തലച്ചോറിന് നമ്മുടെ ശരീരഭാഗത്തെക്കുറിച്ച് എല്ലാം അറിയാമോ? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണല്ലോ. പക്ഷേ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എപ്പോഴും തലച്ചോർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജനിക്കുമ്പോഴുള്ള ശരീരഭാഗങ്ങളെ തലച്ചോറിനറിയാം. പിന്നീട് വരുന്ന മാറ്റങ്ങൾ തലച്ചോറ് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അപകടം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ മൂലമോ ഒരു ശരീരഭാഗം മുറിച്ചു മാറ്റിയെന്ന് വയ്ക്കുക, കൈയോ കാലോ ഏതെങ്കിലും ഭാഗം. പക്ഷേ ഇത് തലച്ചോറ് അറിയുകയില്ല. തലച്ചോർ പഴയ ശരീരഭാഗത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചായിരിക്കും പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ കാല് മുറിച്ചു മാറ്റിയെന്ന് വയ്ക്കുക, പക്ഷേ ആ കാൽ അവിടെ ഉണ്ട് എന്നാണ് തലച്ചോർ ചിന്തിക്കുന്നത്. അതനുസരിച്ചായിരിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ. അവിടെ ചൊറിയുന്നത് പോലെ തോന്നും. ഈ കാൽ മുറിച്ചു മാറ്റിയ ആൾക്ക് ചൊറിയുന്നത് പോലെ തോന്നും. അയാൾ അവിടെ ചൊറിയി, പക്ഷെ അവിടെ ചൊറിയാൻ കാലില്ല. ഇങ്ങനെ ഇത് വലിയൊരു അസ്വസ്ഥതയിലേക്ക് മാറും. ഇത് പിന്നീട് കണ്ടെത്തുകയുണ്ടായി ശാസ്ത്രലോകം. ഇതിന് വലിയ സംഭാവന നൽകിയ ഒരാളാണ് ഇന്ത്യക്കാരനായ BS രാമചന്ദ്രൻ. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു തലച്ചോറിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുകയും അതനുസരിച്ചൊരു ചികിത്സാ പദ്ധതി കൊണ്ടുവരികയും ചെയ്തു. കണ്ണാടി ചികിത്സ, മിറർ ട്രീറ്റ്മെൻറ്റ് എന്നാണ് അത് പിന്നീട് അറിയപ്പെട്ടത്. 1990കളിലാണ് അദ്ദേഹം ഇത് കണ്ടെത്തി ഈ ചികിത്സാ വിധി ഉണ്ടാക്കിയത്. കണ്ണാടി കാണിച്ചുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് ഈ കയ്യോ കാലോ നഷ്ടപ്പെട്ട ആൾക്ക് ഈ കണ്ണാടി ഇങ്ങനെ കാണിക്കും, ആ ഭാഗം ഇല്ല എന്ന് നമ്മളെ കണ്ണുകളിലൂടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പടിപടിയായിട്ട് തലച്ചോർ നമ്മുടെ ശരീരത്തിൻ്റെ ആ അവയവം ഏതെങ്കിലും ഒരു ഭാഗം അത് ഇല്ല എന്ന് നിരന്തരമായി ഇത്തരം പരിശീലനത്തിലൂടെ മനസ്സിലാക്കുകയും പിന്നീട് അതനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഈ ശരീരഭാഗം മുറിച്ചു മാറ്റിയ ആൾക്കുണ്ടാകുന്ന അസ്വസ്ഥത മാറുകയും ചെയ്യുന്നു. ആ ട്രീറ്റ്മെൻറ്റാണ് ഈ കണ്ണാടി ചികിത്സ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ വലിയ സംഭാവന നൽകിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ BS രാമചന്ദ്രൻ. അദ്ദേഹം തമിഴ്നാട്ടിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ അമേരിക്കയിലാണ്. അവിടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ ഒരു പ്രൊഫസറൊക്കെയാണ് അദ്ദേഹം. അവിടെ ഒരു ഗവേഷകനും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ.